നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വിളഞ്ഞ കോളിഫ്ലവർ ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മളിത് ഗോബി മഞ്ചൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത് ഉള്ളി ഇങ്ങനെ അരിഞ്ഞത്, ഗോബി മഞ്ചൂരി, പിന്നെ ഷെസ്വാൻ സോസ്, നമ്മുടേതായ രീതിയിൽ നമ്മുടെ തന്നെ തക്കാളി വെച്ച് തട്ടിക്കൂട്ടുന്ന ടൊമാറ്റോ സോസ്, പിന്നെ നമ്മുടെ തന്നെ മുളക് വെച്ച് നമുക്ക് ചില്ലി സോസ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ നമുക്കത് ഇത് ഉണ്ടാക്കിയിട്ട് ചെയ്യാം. ബാക്കിയുള്ള മസാലകളൊക്കെ എന്തുവാണ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. നമ്മൾ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുള്ളത് നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് ചില്ലി സോസ് ഉണ്ടാക്കാം. നമ്മൾ വേണ്ട മുകളിലോട്ട് വന്നൊക്കെയാണ് നമുക്ക് ചില്ലി എടുക്കാൻ, ചില്ലി മുളക് എടുക്കാൻ മുകളിലോട്ട് വന്നിട്ടാണ്. അപ്പോൾ കുക്കുമ്പർ ആയിരിക്കും, 3 കുക്കുമ്പർ ഉണ്ട് നമുക്ക്, ബാക്കി ആകുന്നുണ്ട്. ഇതൊക്കെ ഇതായിട്ട് വലിയൊരു കോളിഫ്ലവർ ഉണ്ട്, അവിടെ ക്യാബേജ്, ചില്ലി സോസിനാണ്. ചില്ലി സോസിന് ചില്ലി എടുക്കുകയാണ്. ഇരുകൊണ്ട് പൊളയില്ല ഗൈസ്. ഇതൊക്കെ ഒരു പ്രയോജനം നമുക്ക് അടുക്കള തോട്ടം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ മുകളിലോട്ട് വന്നാൽ മതി. എനിക്ക് ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാം. തോരനാണെങ്കിൽ ഇപ്പോൾ വേണ്ട കുഞ്ഞാങ്കണ്ണി വെച്ച് താഴെ പോകാം, അല്ലെങ്കിൽ ഒരു ക്യാബേജ് എടുത്തുകൊണ്ട് താഴെ പോകാം, അല്ലെങ്കിൽ സലാഡ് വേണമെങ്കിൽ കുക്കുമ്പർ എടുത്തോണ്ട് ഇപ്പോൾ താഴെ പോകാം. വൈകിട്ട് സ്നാക്സ് വേണമെങ്കിൽ ചായയുടെ കൂടെ കോളിഫ്ലവർ എടുത്തുകൊണ്ട് പോയി മുക്കി വറുത്ത് തിന്നാം. നമ്മുടെ ചില്ലി സോസിനുള്ള മുളക് നമ്മൾ ഇടുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് തിരിച്ചെടുത്തിട്ട് ഞെട്ട് കളയും. നമ്മുടെ ചില്ലി ഇങ്ങനെ ഞെട്ട് കളഞ്ഞ് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, നമ്മുടെ കോളിഫ്ലവർ എല്ലാം റെഡിയാണ്. ടൊമാറ്റോ സോസ്, ചില്ലി സോസ് നമ്മുടേതായ രീതിയിൽ. ഇത് ചില്ലി സോസ് എന്ന് പറയാൻ പറ്റില്ല, മുളക് ചമ്മന്തി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത് ഇടുമ്പോൾ ആ ടേസ്റ്റ് വരും. ചില്ലി സോസ്, ചില്ലി സോസ് അല്ലല്ലോ, ഷെസ്വാൻ സോസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി. ഇത് ചില്ലി സോസ്, ഇത് ഷെസ്വാൻ സോസ്, തക്കാളി, ടൊമാറ്റോ സോസ്, ഇത് കോളിഫ്ലവർ, തക്കാളി, എല്ലാം തെറ്റുന്നു, സവാള. അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഗ്യാസ് കുറ്റി കത്തിക്കാം. ഗ്യാസ് കുറ്റി അല്ല, ഗ്യാസ് സ്റ്റവ് കത്തിക്കാം. നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കറക്കി. അപ്പോൾ ഗൈസ് നമ്മുടെ ബട്ടറിനകത്ത് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ ആയാലും മതി, ഒക്കെ എണ്ണ ഉപയോഗിച്ചില്ല. നമ്മൾ ബട്ടറിലങ്ങ് ചെയ്ത് എന്തോ എന്ന് കണ്ടറിയാം. എണ്ണ ഉള്ളവർ എണ്ണ എടുത്താലും മതി, നിർബന്ധമൊന്നുമില്ല ബട്ടറിൽ. തുറക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വാപത്തി മാറുന്ന തുറക്കണം. ഗൈസ് നല്ല മണമൊക്കെ ഉള്ളിക്ക് തന്നെ നല്ല മണമുണ്ട്. ബട്ടറിലൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. ഉണ്ടേ, നിങ്ങൾക്ക് കോളിഫ്ലവർ അവിടെ ഇട്ട് കൊടുക്കാം. ശബ്ദം മാറി ഗൈസ്. നമുക്ക് വേണ്ട ഇതിനി വഴറ്റിയെടുക്കണം. ഫ്ലെയിമിച്ച് കൂട്ടി വെക്കാം. നന്നായിട്ടെടുത്ത് വഴറ്റി വൃത്തിയാക്കി എടുക്കണം. ഗൈസ് പുറകിൽ നിന്ന് നമ്മുടെ ചേട്ടൻ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പം പുള്ളി ഓടി. ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുറിച്ച് വഴറ്റി എടുക്കണം ഗൈസ്. നോക്കാണ്ട് ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓരോ പൊടികൾ, മസാലകൾ എല്ലാം നമ്മൾ ഇതിനകത്തേക്ക്, സോസുകൾ എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. മസാലപ്പൊടികളൊക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുപേരും മറന്നുപോയി. കുറച്ച് ബദാം ഓപ്ഷനിലാണ്. കുറച്ച് ബദാം ഇങ്ങനെ കുനുകുന അരിഞ്ഞെടുത്തത്, കുറച്ച് കാഷ്യൂ. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ വരാം, ചേട്ടൻ വിളിക്കുന്നു. ബൈ. നമുക്ക് ഒരു താമസിക്കാതെ
കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള സ്വഭാവമാണ് ഇങ്ങനെ വെള്ളം കിട്ടുക. നമ്മളെടുത്ത് നുണയും നമുക്ക് നെയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കുന്നത്. നെയ്യല്ല, ബട്ടർ അല്ല. ഇങ്ങോട്ടൊന്ന് ഇതിട്ടിട്ട് ഇനി ഇങ്ങോട്ട് വെക്കുക. ഇവിടെ മഞ്ഞപ്പൊടിയാണ് ഗൈസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു നുള്ളാണ്. ഗൈസ് നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഫോണിൻ്റെ ചാർജിങ് പോയി, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട്, ഉപ്പും ഇട്ട്, കുരുമുളക് പൊടി ആവശ്യത്തിനിട്ട്, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും ചില്ലി സോസും ഷെസ്വാൻ സോസും ആവശ്യത്തിനിട്ടിട്ട് നന്നായി തന്നെ വഴറ്റി കൊടുത്തു. ഇങ്ങനെ എന്നിട്ട് ശകലം വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വെച്ചപ്പോഴത്തേക്ക് വേണ്ട നല്ല കിടില് എൻ്റെ രീതിയിലുണ്ടാക്കിയ ഗോബി മഞ്ചൂരി റെഡി. ഗൈസ് പിന്നെ എന്തോ ഒരു കുറവെന്ന് പറയുമ്പോൾ, ഒരു കുറവെന്നല്ല, വലിയൊരു കുറവാണ് മല്ലിയിലയും ക്യാപ്സിക്കവും. അതുകൊണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടിയാണ്. പിന്നെ ഒറിജിനൽ ഗോബി മഞ്ചൂരി അപേക്ഷിച്ച് ഇത് എൻ്റെ തട്ടിക്കൂട്ട് ഗോബി മഞ്ചൂരി മാത്രമാണ്. ചേട്ടൻ്റെ രുചിക്കാൻ നല്ല പുട്ട് ഇല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് പുട്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ കോളിഫ്ലവറൊക്കെ ചേർത്തെടുക്കാം. ഓക്കെ, നമ്മുടെ പുട്ട് ഗോബി മഞ്ചൂരി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റ് ഉണ്ടോ? അതെ, ഞാൻ കഴിച്ചു നോക്കി. നമ്മുടെ ഗോബി മഞ്ചൂരി ആയാലും ഗോബി മഞ്ചൂരി പുട്ടും ആയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ശരി മല്ലിയിലും ക്യാപ്സിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അധികം ബ്യൂട്ടാണ്. പക്ഷേ നമ്മുടെ അടുത്ത കോളിഫ്ലവർ നിൽപ്പുണ്ട്, ക്യാപ്സിക്കം നമ്മളവിടെ വളരുന്നുണ്ട്, മല്ലിയില നമ്മൾ നട്ടിട്ടുണ്ട്, കിഴങ്ങ് നട്ടിട്ടുണ്ട്, ക്യാരറ്റ് നട്ടിട്ടുണ്ട്, കുക്കുമ്പർ നട്ടിട്ടുണ്ട്, അങ്ങനെ എല്ലാം നട്ടിട്ടുണ്ട്. നമ്മൾ പതിയെ അതിൻ്റെയും വീഡിയോ വരുന്നതായിരിക്കും. ക്യാരറ്റ് ഒരെണ്ണം നന്നായിട്ടായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വിളവെടുപ്പും എല്ലാം ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ വരെ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.